സ്വന്തം തുണികൾ മാത്രം സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ കഴിവ് നിങ്ങൾ അവിടെ മാത്രം ഒതുക്കരുത്. നിങ്ങൾക്കൊരു നല്ല ഡ്രസ്സ് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ അറിയാം. നിങ്ങൾക്ക് അളവെടുക്കാനും അറിയാം, കട്ടിങ് ചെയ്യാനും മെഷീൻ കൈകാര്യം ചെയ്യാനും ഒക്കെ അറിയാം. പക്ഷേ ഇതെല്ലാം സ്വന്തം വസ്ത്രങ്ങൾക്കായി മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ആ കഴിവിൻ്റെ മുഴുവൻ സാധ്യതയും നിങ്ങളതിൽ ഉപയോഗിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കേട്ട് ആരും വിഷമിക്കണ്ട. നിങ്ങളൊരു പരാജയമാണ് എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് കഴിവുണ്ടായിട്ടും അത് പുറത്തേക്ക് കൊണ്ടുവരാതെ നിൽക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണം എന്ന് മാത്രമാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ കയ്യിലുള്ള ഒരു സൂയിങ് മെഷീൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ ചെറിയൊരു പരിശ്രമം, ഇവ മൂന്നും ചേർന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വരുമാന മാർഗം തന്നെ നിങ്ങൾക്ക് തുടങ്ങാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. സ്വന്തം ഡ്രസ്സ് തയ്ക്കുന്നത് ഒരു മോശം കാര്യമല്ല. അത് തന്നെയാണ് പലരും സ്റ്റിച്ചിങ് പഠിക്കാൻ തുടങ്ങുന്ന ആദ്യപടി. ആദ്യമായി സ്വന്തം ഡ്രസ്സ് തയ്ക്കും, പിന്നെ അമ്മയ്ക്കൊരു ഡ്രസ്സ് തയ്ക്കും, ചേച്ചിക്ക്, പിന്നെ മോൾക്കൊരു ഫ്രോക്ക്, അങ്ങനെ പതിയെ നമുക്ക് കോൺഫിഡൻസ് വരും. പക്ഷെ പലരും എന്ത് ചെയ്യുന്നു, അവിടെ വെച്ചിട്ട് നിർത്തും. എനിക്ക് ഇത്രയേ അറിയൂ, മറ്റുള്ളവർക്ക് തയ്ച്ചു കൊടുക്കാൻ എനിക്ക് പേടിയാണ്, അല്ലെങ്കിൽ എൻ്റെ സ്റ്റിച്ചിങ് അത്ര പെർഫെക്റ്റ് അല്ല, ആരെങ്കിലും എന്നെ കുറ്റം പറഞ്ഞാലോ, ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ തന്നെ നമ്മളെ തടയും. പക്ഷേ പെർഫെക്ഷൻ വന്നിട്ട് തുടങ്ങാം എന്ന് കരുതിയാൽ നമുക്ക് ഒരിക്കലും തുടങ്ങാൻ പറ്റില്ല. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് പെർഫെക്ഷൻ വരുന്നത്. നിങ്ങളിപ്പോൾ സ്വന്തം വസ്ത്രങ്ങൾ മാത്രം സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇനി ഒരു ചെറിയ മാറ്റം വരുത്തുക. ആദ്യം വലിയ ഓർഡേഴ്സൊന്നും നിങ്ങൾ എടുക്കണ്ട. ഒരു ദിവസം തന്നെ ടൈലറിങ് ഷോപ്പ് തുടങ്ങുകയും വേണ്ട. നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരാളുടെ ഒരു ഡ്രസ്സ് മാത്രം നിങ്ങൾ തയ്ക്കുക. ഉദാഹരണത്തിന് നിങ്ങളുടെ സിസ്റ്ററിൻ്റെയോ അമ്മയുടെയോ മകളുടെയോ അടുത്ത വീട്ടിൽ പരിചയമുള്ള ഒരാളുടെയോ മെഷർമെൻ്റ് ഒന്ന് എടുത്തു നോക്കൂ. എന്നിട്ടത് കട്ട് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കൂ. അവർ ധരിച്ചു വരുമ്പോൾ അതിൻ്റെ ഫിറ്റിംഗ് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കുക. എവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് വന്നത് എന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്ത ഡ്രസ്സ് തയ്ക്കുമ്പോൾ അത് തിരുത്തി ചെയ്ത് കൊടുക്കുക. ഇതാണ് യഥാർത്ഥ പ്രാക്ടീസ് എന്ന് പറയുന്നത്. യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്, പക്ഷേ സ്വന്തം കൈ കൊണ്ട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പഠനം എന്ന് പറയുന്നത്. പലർക്കും ഇവിടെ ഒരു പേടിയുണ്ട്. ഞാൻ ഇതുവരെ മറ്റുള്ളവരുടെ ഡ്രസ്സ് തയ്ച്ചിട്ടില്ല, എങ്ങനെ ചാർജ് ചോദിക്കും? ഇത് വളരെ സാധാരണമായിട്ടുള്ളൊരു പേടിയാണ്. ആദ്യത്തെ ഡ്രസ്സായതുകൊണ്ട് വലിയ ചാർജൊന്നും തന്നെ മേടിക്കണമെന്നില്ല. പക്ഷേ നിങ്ങളുടെ സമയത്തിനും അധ്വാനത്തിനും ഇവിടെ വിലയുണ്ട്. നിങ്ങൾക്ക് തുണി വാങ്ങാൻ പണം വേണം, അതുപോലെ തന്നെ നിങ്ങൾ മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്, ത്രെഡ് വേണം, നീഡിൽ വേണം, ഇലക്ട്രിസിറ്റി വേണം. ഏറ്റവും പ്രധാനമായിട്ട് എന്താണ്, നിങ്ങളുടെ സമയം പോകുന്നു. അതുകൊണ്ട് ഞാൻ വെറുതെ തയ്ക്കുന്നതാണ് എന്ന ചിന്ത മാറ്റണം. ചെറിയ ചാർജിൽ തുടങ്ങി പതിയെ പതിയെ നിങ്ങളുടെ വർക്ക് നന്നാവുമ്പോൾ ചാർജ് കൂട്ടാം. പക്ഷെ മറ്റുള്ളവർക്ക് സൗജന്യമായി മാത്രം തയ്ക്കുന്ന ശീലം ഉണ്ടാക്കരുത്. കാരണം നിങ്ങൾ നിങ്ങളുടെ കഴിവിന് വില കൊടുത്തപ്പോൾ മറ്റുള്ളവരും അതിന് വില കൊടുക്കാൻ പഠിക്കില്ല. പക്ഷേ മറ്റുള്ളവർക്ക് സൗജന്യമായി മാത്രം തയ്ക്കുന്ന ശീലം ഉണ്ടാക്കരുത്. കാരണം നിങ്ങൾ നിങ്ങളുടെ കഴിവിന് വില കൊടുക്കാത്തപ്പോൾ മറ്റുള്ളവരും അതിന് വില കൊടുക്കാൻ പഠിക്കത്തില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. എൻ്റെ ഒരു സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. ഇതാണ് പലരുടെയും പ്രശ്നം. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കാണുന്ന എക്സ്പീരിയൻസ്ഡ് ടൈലേഴ്സിൻ്റെ വർക്കൊക്കെ നോക്കും. എന്നിട്ട് അവരുടെ വർക്കിനെ നമ്മുടെ വർക്കുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കും. അപ്പോൾ സ്വന്തം വർക്ക് മോശമാണെന്നുള്ളൊരു ചിന്താഗതി നമുക്ക് വരും. പക്ഷെ അവർ അവിടെ എത്തിയത് എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരവിടം വരെ എത്തിയത് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെയാണ്. ആദ്യത്തെ ഡ്രസ്സ് തന്നെ അവർക്ക് പെർഫെക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. ആദ്യത്തെ നെക്ക് ലൈൻ തയ്ച്ചപ്പോൾ കയറി ഇറങ്ങിയും പോയിട്ടുണ്ടായിരിക്കാം. സ്ലീവും പെർഫെക്റ്റ് ആയിരുന്നില്ല. അതുപോലെ തന്നെ മെഷർമെൻറ്റ് പലതവണ തെറ്റിയിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഒരുപാട് മിസ്റ്റേക്ക് വന്നതിന് ശേഷമാണ് അവരിത്ര പെർഫെക്ഷനായിട്ട് തയ്ച്ചു തുടങ്ങിയത്. അതുകൊണ്ട് നിങ്ങൾക്കും ഒരു കാര്യം ചെയ്യാം. ഒരു നോട്ട്ബുക്ക് എടുക്കുക. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന ഓരോ ഡ്രസ്സിലും വരുന്ന മിസ്റ്റേക്ക് ഒന്ന് എഴുതി വയ്ക്കുക. ഇപ്പം നെക്ക് കുറച്ച് ടൈറ്റായി പോയി, അല്ലെങ്കിൽ സ്ലീവിൻ്റെ മെഷർമെൻറ്റ് കുറച്ച് കുറഞ്ഞു പോയി, ഫ്ലെയർ കുറവായിപ്പോയി, വേസ്റ്റിൻ്റെ ഫിറ്റിങ് ശരിയായില്ല. അങ്ങനെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ ആ ഒരു തെറ്റ് ആവർത്തിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. നിങ്ങൾക്ക് സ്റ്റിച്ചിങ് അറിയാം, നിങ്ങളുടെ വീട്ടിൽ സ്യൂയിങ് മെഷീൻ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ചെറിയ രീതിയിലൊരു ഇൻകം തുടങ്ങിക്കൂടാ? ഷോപ്പ് എടുക്കണം എന്നില്ല, വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്നില്ല. ആദ്യം വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നിങ്ങൾക്ക് ഏറ്റവും നന്നായി സ്റ്റിച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു കാറ്റഗറി തിരഞ്ഞെടുക്കുക.
ഉദാഹരണത്തിന് കുട്ടികളുടെ ഫ്രോക്ക് ആണ് നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ നിങ്ങളത് തിരഞ്ഞെടുക്കുക. എല്ലാത്തിലും കൂടെ ഒരുമിച്ച് കൈ കടത്താനായിട്ട് ശ്രദ്ധിക്കേണ്ട. ഏതെങ്കിലും ഒന്ന് മാത്രം കോൺഫിഡൻസ് ആയിട്ട് ചെയ്യുക. അപ്പോൾ ഒരു കാര്യത്തിൽ നമ്മൾ ആ ഒരു കാര്യത്തിൽ നല്ല പേരുണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു കസ്റ്റമർ നിങ്ങളുടെ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെട്ടാൽ അവൾ മറ്റുള്ളവരോട് പറയും. അവിടെ നിന്നാണ് അടുത്ത കസ്റ്റമർ നിങ്ങൾക്ക് വരുന്നത്. അങ്ങനെ ഒരു കസ്റ്റമറായി, 2ആയി, 3ആയി, അങ്ങനെ പതിയെ പതിയെ നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു ടൈലറിങ് വർക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ ഷോപ്പ് മാത്രം വേണമെന്നൊന്നുമില്ല. നിങ്ങളുടെ മൊബൈൽ ഫോൺ തന്നെ മതി. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന ഓരോ ഡ്രസ്സിൻ്റെയും ചെറിയ ചെറിയ വീഡിയോസ് എടുക്കുക. കട്ടിങ്, സ്റ്റിച്ചിങ് എല്ലാം കാണിക്കുക. അങ്ങനെ കാണിക്കുമ്പോൾ ആൾക്കാർക്ക് അത് നിങ്ങളിങ്ങനെ ഒരാൾ സ്റ്റിച്ച് ചെയ്യാനുണ്ട്, നിങ്ങളുടെ സ്റ്റിച്ചിങ് നല്ലതാണെന്നുള്ളൊരു തോന്നലുണ്ടാവും. അങ്ങനെ അവർ നിങ്ങളുടെ കസ്റ്റമേഴ്സായിട്ട് വരികയും ചെയ്യും. നിങ്ങളുടെ വർക്ക് മാത്രം കാണിക്കുക. മറ്റുള്ളവരുമായി നിങ്ങൾ കമ്പയർ ചെയ്യരുത്. എൻ്റെ സ്റ്റിച്ചിങ് മറ്റുള്ളവരിനേക്കാൾ നല്ലതാണ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വർക്ക് നിങ്ങൾക്ക് കഴിയുന്നത്ര രീതിയിൽ അവതരിപ്പിച്ചാൽ മതി. പിന്നെ നല്ലൊരു ഫിനിഷിംഗ് ഉള്ളൊരു ഡ്രസ്സ്, നല്ല ലൈറ്റിങ്, അതുപോലെ തന്നെ നല്ല ബാക്ക്ഗ്രൗണ്ട്, വ്യക്തമായിട്ടുള്ള വീഡിയോ, ഇവയൊക്കെ നിങ്ങളുടെ വർക്കിന് നല്ലൊരു പ്രൊഫഷണൽ ലുക്ക് തന്നെ നൽകും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇന്നൊരു കസ്റ്റമർ മാത്രമാണുള്ളതെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഒരു കസ്റ്റമർ എന്നത് 0 കസ്റ്റമർ എന്നല്ല. ആ ഒരാൾ നിങ്ങളുടെ അടുത്ത കസ്റ്റമറാണ്. അടുത്ത കസ്റ്റമറെ കൊണ്ടുവരുന്നയാളാണ്. അവൾ നിങ്ങളുടെ വർക്ക് ഇഷ്ടപ്പെട്ടാൽ അവൾ മറ്റൊരാളെ കൊണ്ടുവരും. നിങ്ങൾ ഇന്ന് ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്താൽ നാളെ അത് 2ആവും, പിന്നെ അത് 3ആവും, അങ്ങനെ കൂടി വരും. ഇന്ന് നമുക്ക് വീട്ടിൽ നിന്ന് തുടങ്ങാം, നാളെ ചെറിയൊരു സെൻറ്റർ തുടങ്ങാം. ഇതെല്ലാവർക്കും ഒരേ രീതിയിൽ സംഭവിക്കണമെന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, തുടങ്ങാതെ ഇരുന്നാൽ ഒന്നും മാറില്ല. നിങ്ങളുടെ കഴിവ് വളരണമെങ്കിൽ നിങ്ങൾ തന്നെ ഉപയോഗിക്കണം. ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന വീട്ടിലിരുന്നുകൊണ്ടായിരിക്കും അല്ലേ. നിങ്ങളുടെ മുമ്പിൽ ഒരു മെഷീൻ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു മെഷീൻ വാങ്ങണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരിക്കാം. തയ്യൽ പഠിക്കുന്നതിന് ഒരുപാട് നാളായി ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ ഓരോ ദിവസവും അത് മാറ്റി വയ്ക്കുകയായിരിക്കാം. നാളെ തുടങ്ങാം, അടുത്ത മാസം തുടങ്ങാം, സമയം കിട്ടുമ്പോൾ പഠിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞ് വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു ചെറിയ തുടക്കം അങ്ങോട്ട് കുറിക്കുക. ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഒരു കുട്ടിയുടെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുക. ഒരു പഴയ ഡ്രസ്സ് എടുത്ത് ഓൾട്രേഷൻ പ്രാക്ടീസ് ചെയ്യുക. ഒരു പുതിയ കട്ടിങ് ടെക്നിക്ക് പഠിക്കുക. ചെറുതായാലും പ്രശ്നമില്ല, പക്ഷെ തുടക്കം വേണം. സ്വന്തം ഡ്രസ്സ് മാത്രം സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ നിന്ന് ഒരു പടി മുന്നോട്ട് പോവുക. നിങ്ങളുടെ കഴിവ് മറ്റൊരാൾക്കും കൂടെ ഉപകാരപ്പെടട്ടെ. നിങ്ങളുടെ കഴിവിനൊരു വില ലഭിക്കട്ടെ. നിങ്ങളുടെ കയ്യിൽ സ്വിമ്മിങ് മെഷീൻ വെറും ഒരു മെഷീൻ മാത്രമായി നിൽക്കാതിരിക്കട്ടെ. ഇത് നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ഒരു തുടക്കമാകട്ടെ. നിങ്ങളിപ്പോൾ മറ്റുള്ളവർക്കായി സ്റ്റിച്ച് ചെയ്യുന്നുണ്ടോ, ഇല്ലെങ്കിൽ സ്വന്തം ഡ്രസ്സ് മാത്രമാണോ സ്റ്റിച്ച് ചെയ്യുന്നത്? കമൻറ്റിൽ പറയുക. അപ്പോൾ സ്വന്തം വീട്ടുകാരുടെ മാത്രമാണ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിനൊന്ന് മാറ്റം വരുത്തി നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് അടുത്ത വേണ്ടപ്പെട്ട ആളുടെ ഒരു ഡ്രസ്സും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അവരൊന്ന് ഇട്ട് കാണുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമ്മൾ വളരെ ശ്രദ്ധിച്ച് വളരെ പതുക്കെ ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിപ്പോൾ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു കസ്റ്റമറുടെ വർക്കാണെങ്കിൽ പോലും നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. ഒരുപാട് സമയം എടുക്കുക, ചിലപ്പോൾ ഒരു ദിവസമൊക്കെ എടുക്കാമെന്ന് വിചാരിക്കുക. പക്ഷേ നമ്മളത് വിട്ട് കളയരുത്, നമ്മൾ ചെയ്ത് തന്നെ കൊടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ ഡ്രസ്സിൽ ചെയ്ത് പഠിക്കുമ്പോഴാണ് നമ്മുടെ പേടിയെല്ലാം മാറിയിട്ട് നമുക്ക് നല്ല പ്രാക്ടീസായിട്ട് കിട്ടുകയുള്ളൂ. നമ്മുടെ വീട്ടിലുള്ളവരുടെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്താഗതി എന്താണെന്നറിയോ? ഇത് സ്വന്തം വീട്ടുകാരുടെ അല്ലേ, ചീത്തയായാലും കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ്. ആ ചിന്താഗതി മാറിയെങ്കിൽ തന്നെയാണ് നമുക്ക് പുറത്തൊരാൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് നമുക്ക് ഉള്ളിൽ കുറച്ച് ഭയമൊക്കെ ഉണ്ടെങ്കിലാണ് പറ്റുള്ളൂ. അപ്പോൾ ആദ്യം കുറച്ച് ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ല പേടിയുണ്ടാവും, അളവെടുക്കണതിൽ നമുക്ക് ടെൻഷനുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ കുറേ കഴിയുമ്പോൾ അതെല്ലാം മാറി ഒരു നല്ല ടൈലറായിട്ട് പെർഫെക്ഷനായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കും. അതിനെന്താണ് വേണ്ടത്? പ്രാക്ടീസാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് സാധിക്കും. എനിക്ക് സാധിച്ചതുപോലെ നിങ്ങൾക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കര തയ്യൽക്കാരിയാണെന്നൊന്നുമല്ല പറയണേ. എനിക്ക് ഒന്നും അറിയില്ലാത്ത ഒരാളായിരുന്നു. എനിക്ക് ഇവിടം വരെ എത്താൻ സാധിച്ചെങ്കിൽ നിങ്ങൾക്കും എത്താനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും കഴിയട്ടെ. എല്ലാവരും മടിയെല്ലാം മാറ്റി പുതിയ ഒരു തുടക്കത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.